തിരുവനന്തപുരത്ത് ഇപ്പോൾ നമ്മൾ കാണുന്നത് സെക്രട്ടേറിയറ്റ് മുന്നിൽ AG ഓഫീസ് പരിസരത്തേക്കായിരിക്കണം ഇപ്പോൾ പ്രവർത്തകരുടെ പ്രതിഷേധമാണ്. ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിക്കുന്ന പ്രതിഷേധകരെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ക്ഷമിക്കണം, അത് AG ഓഫീസ് അല്ല, ലോക് ഭവനിലേക്കാണ് പ്രവർത്തകർ മാർച്ച് നടത്തുന്നത്. കൊച്ചിയിൽ നിന്നുള്ള പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങൾ കൂടി വരുന്നുണ്ട്. സംസ്ഥാനത്തുടനീളം യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ ഇപ്പോൾ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുകയാണ്. ഇന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് നേരെ അടക്കം നടന്ന പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധം കാണുന്നത്. ലോക് ഭവന് സമീപത്ത് പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞിട്ടുണ്ട്. അവിടെ ബാരിക്കേഡിന് മുന്നിൽ കയറി പ്രതിഷേധിക്കുന്ന പ്രവർത്തകരെ കാണാം. കോഴിക്കോട് നിന്നാണ് തീ കത്തിച്ചുള്ള പ്രതിഷേധം നമ്മൾ കാണുന്നത്. അവിടെ പ്രധാനപ്പെട്ട റോഡ് തന്നെ ഉപരോധിച്ചുകൊണ്ടാണ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മാർച്ച് നടക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് AK സ്റ്റെഫിൻ, എങ്ങനെയാണ് തിരുവനന്തപുരത്തെ പ്രതിഷേധം? വലിയ പ്രതിഷേധമാണ് തിരുവനന്തപുരത്ത് ഏതായാലും നടക്കുന്നത്. ബാരിക്കേഡിന് മുകളിൽ കയറി നിന്നുകൊണ്ട് വലിയ പ്രതിഷേധമാണ് പ്രവർത്തകർ ഉയർത്തുന്നത്. ലോക്ഭവനിലേക്ക് നേരത്തെ 9 മണിക്ക് തന്നെ മാർച്ച് ഉണ്ടാകുമെന്നുള്ളത് പറഞ്ഞിരുന്നു. അല്പസമയത്തിനകം തന്നെ മന്ത്രി M. ലിജു ഇങ്ങോട്ടേക്ക് എത്തും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ തരത്തിലാണ് പ്രതിഷേധം ഏതായാലും തിരുവനന്തപുരത്ത് നീങ്ങുന്നത്. നേരത്തെ AG ഓഫീസിലേക്കും ഇത്തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു. KSUവിന്റെ പ്രതിഷേധ മാർച്ച് ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ ലോക് ഭവനിലേക്കും മാർച്ച് നടത്തുന്നത്. വലിയൊരു പോലീസ് വിന്യാസവും ഇവിടെ ഉണ്ട്. ബാരിക്കേഡിന് അപ്പുറത്ത് പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. ജലപീരങ്കി വാഹനം നേരത്തെ AG ഓഫീസിലും ഉണ്ടായിരുന്നു. അതോടൊപ്പം AISFന്റെയും AIYFന്റെയും എല്ലാം പ്രതിഷേധവും AG ഓഫീസിലേക്ക് ഉണ്ടായിരുന്നു. അത് ഈ കോൺഗ്രസിന്റെ ഇന്നത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടല്ല. വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നുള്ള ഒരു ആവശ്യമൊക്കെ ഉന്നയിച്ചുകൊണ്ടായിരുന്നു അവരുടെ മാർച്ച് ഉണ്ടായിരുന്നത്. DYFI പ്രതിഷേധ രംഗത്താണ് ഇപ്പോൾ. പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ട്രെയിൻ തടഞ്ഞാണ് പ്രതിഷേധിച്ചത്. അങ്ങനെ സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും യൂത്ത് കോൺഗ്രസ് KSU കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തുകയാണ്. ഇന്ന് രാഹുൽ ഗാന്ധിക്കും മറ്റ് കോൺഗ്രസ് നേതാക്കൾക്കുമെതിരെ ഉണ്ടായ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചാണ് സമരം. സ്റ്റെഫിൻ തുടരുന്നുണ്ട്. സ്റ്റെഫിൻ, ഈ രാത്രിയിൽ ഇങ്ങനെ ഒരു പ്രതിഷേധമൊക്കെ അത്ര സാധാരണമല്ല. പക്ഷേ ഇന്നിപ്പോൾ ഈ പ്രതിപക്ഷം ഏറ്റെടുത്ത സമരത്തിൻ്റെ ആ ഊർജം അതേപടി പ്രതിപക്ഷത്തിനെതിരെയുള്ള പോലീസ് നടപടിയിൽ സംസ്ഥാനത്തുടനീളം ഏറ്റെടുക്കുകയാണെന്ന് തോന്നുന്നു കോൺഗ്രസ്. അതെ, തീർച്ചയായിട്ടും ശ്രീജ, ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കുമെന്നും പറയാൻ കഴിയില്ല. അത്രമാത്രം വലിയൊരു പ്രതിഷേധമാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകുന്നത്.
നാളെ ഏതായാലും ഇത് വീണ്ടും കൂടുതൽ പ്രതിഷേധത്തിലേക്ക് പോകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് ഏതായാലും പെട്ടെന്ന് തന്നെയായിരുന്നു ഈ തീരുമാനം യൂത്ത് കോൺഗ്രസ് എടുത്തത്. അങ്ങനെയാണ് KPC ആസ്ഥാനത്തിന് മുന്നിൽ നിന്ന് പന്തംകൊളുത്തി പ്രകടനമായി ലോക്ഭവന്റെ മുന്നിലേക്ക് എത്തിയത്. നൂറുകണക്കിന് പ്രവർത്തകരുണ്ട്. പന്തംകൊളുത്തി പ്രകടനം ഇങ്ങോട്ടേക്ക് എത്തി. ബാരിക്കേഡ് തള്ളി മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഈ ജലപീരങ്കി പ്രയോഗിച്ചത്. ഇപ്പോൾ ഏതായാലും പ്രവർത്തകർ ബാരിക്കേഡിന് മുന്നിൽ കുത്തിയിരുന്നുകൊണ്ട് പ്രതിഷേധിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് അല്പസമയത്തിനകം തന്നെ മന്ത്രി M. ലിജു ഇങ്ങോട്ടേക്ക് എത്തും. അത് ഉണ്ടാകും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. പിരിഞ്ഞു പോകാൻ ഏതായാലും ഈ ഘട്ടത്തിലും പ്രവർത്തകർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഇവിടെ നിന്നും മനസ്സിലാക്കേണ്ടത്. സംസ്ഥാനത്ത് വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം നടത്താനായിരുന്നു യൂത്ത് കോൺഗ്രസ് ആഹ്വാനം നൽകിയത്. ഇന്ന് ഈ നൈറ്റ് മാർച്ച് കൊണ്ട് മാത്രം ഈ പ്രതിഷേധങ്ങൾ അടങ്ങില്ല. കാരണം കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയത് അല്ലെങ്കിൽ പരിക്കേറ്റത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സമുന്നതനായ നേതാവിനാണ്, പ്രതിപക്ഷ നേതാവിനാണ്, രാഹുൽ ഗാന്ധിക്കാണ്. പ്രിയങ്ക ഗാന്ധി അടക്കം വാഹനത്തിൽ കയറ്റിക്കൊണ്ടു പോകുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു. കേരളത്തിൽ നിന്നുള്ള MP-മാരോട് പോലീസ് കാണിക്കാതെ വലിയ ക്രൂരതയാണ് എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ വലിയ തരത്തിൽ പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് തീരുമാനം. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെയായിരിക്കും ഈ പ്രതിഷേധ പരിപാടികൾക്കെല്ലാം തന്നെ നേതൃത്വം നൽകുന്നത്. അതിന്റെ ഭാഗമായി കൂടിയാണ് മന്ത്രി M. ലിജു അല്പസമയത്തിനകം തന്നെ ഇങ്ങോട്ടേക്ക് എത്തും എന്നുള്ള അറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ഏതായാലും കിഴിഞ്ഞു പോകാതെ പ്രവർത്തകർ ആ ബാരിക്കേഡിന് മുന്നിൽ കുത്തിയിരുന്നുകൊണ്ട് പ്രതിഷേധിക്കുന്ന കാഴ്ചകളാണ് കാണുന്നത്.